ഞാൻ പ്രതീക്ഷിച്ചതല്ല എനിക്കിങ്ങനെ ഒരു വിളി ഉണ്ടാകുമെന്ന് പറഞ്ഞ് സത്യത്തിൽ ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ്. എനിക്ക് അന്നേരം തന്നെ എനിക്കെന്തൊക്കെയോ ഒരു പേടിയൊക്കെ ആയി. എന്നെ ഇപ്രകാരം ഒരു വേദിയിൽ നിൽക്കുവാനായിട്ട് എൻ്റെ കർത്താവ് എനിക്ക് ചെയ്ത എല്ലാ നന്മകളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകം ശിവപാലിയെയും WPCയുടെ എല്ലാ സഹോദരികളെ എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ വാഴ്ത്തുന്നു. ഞാൻ തമിഴ്നാട്ടിലാണ് ശുശ്രൂഷിക്കുന്നത്, ഉടുമലപ്പേട്ട. പക്ഷേ എനിക്ക് കൂടുതൽ തമിഴാണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത്. എങ്കിലും എൻ്റെ കർത്താവ് അടിയനോടുകൂടെ എന്ത് സംസാരിക്കുവാനായിട്ട് കർത്താവ് പറയുന്നുവോ അത് ചുരുക്കം. ഞാൻ ഒത്തിരി പ്രസംഗിക്കുവാനായിട്ട് കഴിവുള്ള ഒരു വ്യക്തിയല്ല. എലിയാവിൻ ദേവനേ നീരിറങ്ങിടും നേരമേ, എലിയാവിൻ ദേവനേ നീരിറങ്ങിടും നേരമേ, அசைவாடும் அனலாக்கும் எங்கள் அக்கினி ஜாலே, அசைவாடும் அனலாக்கும் எங்கள் அக்கினி ஜாலே, எலியாவின் தேவனே நீரிறங்கிடும் நேரமே, எலியாவின் தேவனே நீரிறங்கிடும் நேரமே, அசைவாடும் அனலாக்கும் எங்கள் அக்கினி ஜாலே, அசைவாடும் அனலாக்கும் எங்கள் அக்கினி ஜாலே. ഇന്ന് ഓരോക്കാലം ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെയധികം ശുശ്രൂഷയുടെ മേഖലയിലേക്ക് കടന്നു വന്നിട്ട് വളരെയധികം ഒരുപാട് വേദനകളും നിന്ദയും പരിഹാസവും ഒരുപാട് ഞാൻ അനുഭവിച്ചൊരു വ്യക്തിയാണ്. പല സാഹചര്യങ്ങളിലും തള്ളപ്പെട്ടു നിന്നതായ പല അവസ്ഥകൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അപ്രകാരമായിരിക്കുന്ന ആ സാഹചര്യത്തിലും എൻ്റെ കർത്താവ് എൻ്റെ ശൂന്യതകളെ കണ്ട് എന്നെ ഇന്നാൾ വരെ കർത്താവ് ഉപയോഗിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇന്ന് പകൽക്കാലം ഇവിടെ കടന്നു വന്നിരിക്കുന്ന സഹോദര സഹോദരിമാരോട് ഇന്ന് പകൽക്കാലം നമ്മൾ വിചാരിക്കാം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെയോ പ്രയാസപ്പെട്ടു, എത്രയെല്ലാമോ ഒരുപാട് നമ്മൾ ഓടി അധ്വാനിച്ചു കഷ്ടപ്പെട്ടു, എങ്കിലും എൻ്റെ ജീവിതത്തിൽ ഒരു ശൂന്യമായ ഒരു സാഹചര്യം ജീവിതത്തിലുണ്ടെന്ന് എല്ലാവർക്കും ഒരു തോന്നലുണ്ടാകാം. ഇന്ന് പകൽക്കാലം നമ്മുടെ ശൂന്യതകളുടെ മേൽ പ്രവർത്തിക്കുന്ന ഒരു പരിശുദ്ധ ആത്മാവോ ആമേൻ ഈ പന്തലിൻ്റെ അകത്ത് കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരുപക്ഷെ നിന്നെ എന്ത് ചെയ്യാം, ലോകം നിന്നെ ആമേൻ പുച്ഛമായി നിന്നെ കരുതുവാനിടയായി തീരും. ലോകം നിന്നെ ലോകം നിന്നെ എന്ത് ചെയ്യും, ഉപേക്ഷയായി കരുതുവാനിടയായി തീരും. എങ്കിലും നമ്മളെ വിളിച്ച് വേർതിരിച്ചവനായ സർവശക്തനായ ആമേൻ നമ്മുടെ കർത്താവ് ഒരിക്കലും നമ്മുടേതായ ശൂന്യതകളെ കണ്ട്, നിന്റെ കുറവുകളെ കണ്ട്, നിന്റെ ഇല്ലായ്മകളെ കണ്ട്, നിനക്ക് കഴിവില്ല എന്ന് കണ്ട് ആമേൻ നമ്മളെ ഒതുക്കി മാറ്റി നിർത്തുന്ന ഒരു ദൈവമല്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കഴിവില്ലാത്തവനെ കഴിവുള്ളവനെ പോലെയോ ആമേൻ കഴിവുള്ളതിനെ ഇല്ലാതാക്കുവാനും കഴിയുന്ന കർത്താവാണ്. ഇന്ന് പകൽക്കാലം ആമേൻ നമ്മുടെ ശൂന്യതകളുടെ മേൽ പ്രവർത്തിക്കുന്ന ഒരു തമ്പുരാൻ. ആമേൻ ഞാൻ പലപ്പോഴും ഈ പാലക്കാട് മേഖലയിൽ ഞാൻ കടന്നു വന്ന സമയം എന്നെ ഇതിലോട്ടുകൂടെ ഈ WPCയിലായിട്ട് ഇങ്ങനെ ആകുവാനായിട്ട് കാരണമായി തീർന്നത് സഹോദരി അനുസൂര്യയാണ്. ഞങ്ങൾ തമ്മിൽ പല വർഷങ്ങളുമായിട്ട് ശുശ്രൂഷ മേഖലയിൽ പല ബന്ധങ്ങളുണ്ട്. അപ്രകാരമാണ് ഞാൻ ഇതിലോട്ട്. അപ്പം ഞാൻ കഴിഞ്ഞിടെ പറയുമായിരുന്നു, ഇത്ര വർഷവും ഈ ക്യാമ്പുകൾ വെച്ചിട്ട് എന്തുകൊണ്ടാണ് സഹോദരി എന്നോട് പറയാത്ത, ഞാൻ കടന്നു വരുമായിരുന്നല്ലോ എന്ന് ഞാൻ പറയുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പം ഞാൻ ഈ കഴിഞ്ഞ കൊല്ലമാണ് ഇതിലായിട്ട് ചേർന്നത്. ഈ WPCയുടെ ക്യാമ്പ് നടക്കുക എന്ന് പറഞ്ഞപ്പോൾ തൊട്ട് വളരെയധികം ഒരുക്കത്തോടും പ്രാർത്ഥനയോടും കൂടെ എൻ്റെ സഭയിലെ സഹോദരിമാരൊക്കെ കടന്നു വന്നിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും തമിഴാണ് നന്നായിട്ട് അറിയുന്നത്. എങ്കിലും അവർക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാകുവാനുള്ള രീതിയിൽ ദൈവം അവരെ ഉപയോഗിക്കുന്നുണ്ട്. ആമേൻ. നാളെ മലയാളം പറഞ്ഞാലും അവർ എന്ത് ചെയ്യുന്ന ആത്മാവിൽ ആരാധിക്കുവാൻ
തക്കവണ്ണം, ആത്മാവിൽ എന്റെ ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം എന്റെ കർത്താവ് എന്റെ സഭയിലെ എന്റെ സഹോദരിമാരെയും എന്റെ കർത്താവ് തന്നിരിക്കുന്ന ഞങ്ങളുടെ ആ കൊച്ചു വിശ്വാസ മക്കളെ ദൈവശക്തിയോട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഈ സായാഹ്ന ഈ സമയത്ത് ആമേൻ എല്ലാവർക്കും ഒരുപാട് മെസ്സേജുകൾ എല്ലാവരും കേട്ടു. സഹോദരിമാർ വളരെ ആമേൻ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദൂതുകൾ, നമ്മുടെ ജീവിതത്തിന് വേണ്ടപ്പെട്ട നല്ല പ്രയോജനകരമായ ദൂതുകളെ ആമേൻ ഇവിടെ വിളമ്പുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ പത്രോസിനെ കുറിച്ച് നോക്കുമ്പോൾ ഞാൻ പല വേദികളിലും ഞങ്ങളുടെ സഹോദരിമാർ ഇവിടെ ഉണ്ട്. ആമേൻ ഞങ്ങളുടെ സഹോദരിമാരുടെ മീറ്റിങ്ങിലൊക്കെ ഈ മെസ്സേജ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ ഓർത്ത് കർത്താവ് ഞാനൊന്നും പ്രിപ്പയർ ഒന്നും ആയിട്ടില്ല, ഞാൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് എന്നെ വിളിച്ചതാണ്. ആമേൻ എന്താണ് പറയേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എന്റെ ദൈവം പറഞ്ഞത്, നീ ഒരു ശൂന്യതയിൽ ഇരുന്നപ്പോ നിന്നെ ഞാൻ എപ്രകാരമാക്കിയോ ആമേൻ ആ കാര്യങ്ങളെ കുറിച്ച് നീ പറഞ്ഞുകൊണ്ട് വരുവാൻ ആനാം നേരം അതിനോട് എനിക്കൊരു വെപ്രാളം ഉണ്ടായി. പത്രോസിനെ കുറിച്ച് നമുക്ക് കാണുവാനിടയായി ഇടയായി തീരും. ആമേൻ പത്രോസ് എന്ത് ചെയ്തു? അവിടെ എല്ലാവരും എന്ത് ചെയ്തു? ആ കടലിനടുത്ത് എന്ത് ചെയ്തു? എല്ലാവരും വചനം കേൾക്കുവാനായിട്ട് അവിടെ തിരക്കുള്ളവരായിരുന്ന സമയത്ത് അവിടെ 2 പടകുകൾ നിർത്തിയിരിക്കുന്നത് ആര് കണ്ടു? ആമേൻ യേശു കർത്താവ് കാണുവാനായിട്ട് ഇടയായി തീർന്നു. പത്രോസ് എന്ത് ചെയ്തു? മുഴുവനും അധ്വാനിച്ചു. ആമേൻ പത്രോസ് ഭാരപ്പെട്ടു. ഹൃദയവേദനയോടും ദുഃഖത്തോടും നിരാശയോടും കൂടെ പത്രോസ് അവിടെ കടന്നു വന്നിരിക്കുന്ന സ്ഥാനത്ത് പത്രോസ് എന്ത് ചെയ്തു? ആമേൻ പടക് ആമേൻ കരയിലിട്ടുകൊണ്ട് ആമേൻ അവൻ കടന്നു നിന്ന് അവൻ തന്റെ വാലകളെ കഴുകുവാനായിട്ട് ഇടയായി തീർന്നു. ആമേൻ എന്തുകൊണ്ടാണ് കർത്താവേ എനിക്കിന്ന് നന്മ ലഭിക്കുവാൻ കഴിയാതെ പോയത്? എന്നും ഞാൻ നല്ല നിറമുള്ളവനായി ഇരുന്നവനല്ലേ? ആമേൻ കടലിന്റെ എല്ലാ ചരിത്രങ്ങളും കടലിന്റെ ആഴത്തെ കുറിച്ചും എല്ലാം നന്നായിട്ട് അറിഞ്ഞവനല്ലേ? എന്താണ് എനിക്ക് ഇപ്രകാരമുള്ളൊരു നിരാശയുള്ള ഒരു അനുഭവം? എന്താണ് എനിക്കൊരു ശൂന്യത എന്ന് ആമേൻ ഭാരത്തോടുകൂടെ പത്രോസ് നിന്നപ്പോൾ ആമേൻ അവിടെ എന്ത് ചെയ്തു? ആമേൻ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ആമേൻ യേശു കർത്താവ് ആമേൻ പത്രോസിന്റെ പടകിനെ കാണുവാനായിട്ട് ഇടയായി തീർന്നു. നമ്മുടെ ദൈവത്തിന്റെ കാഴ്ചയിൽ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ആമേൻ ആരും നമ്മളെ കണ്ടില്ലല്ലോ. ആമേൻ നിന്നെ കാണാതെ പോകുന്ന ആമേൻ ചില സാഹചര്യങ്ങളുണ്ട്, നിന്നെ മാറ്റി നിർത്തി വെച്ച് പോകുന്ന ചില സാഹചര്യങ്ങളുണ്ട്. എന്നാൽ യേശു തമ്പുരാൻ നിങ്ങളെ കാണുമെങ്കിൽ ആമേൻ നിങ്ങളുടെ ശൂന്യതകള് ആമേൻ നിറയ്ക്കുവാൻ ശക്തിയുള്ളവര് കർത്താവ്. പത്രോസിനെ അവിടെ കാണുമ്പോൾ പത്രോസ് എന്ത് ചെയ്തു? അവന്റെ പടക് കണ്ട് ആമേൻ പടകിൽ എന്ത് ചെയ്തു? ആമേൻ യേശു കർത്താവ് കയറിയിരുന്നു. അല്പം എന്ത് ചെയ്യുന്നു? കരയിൽ നിന്നും അപ്പുറം നീക്കിയിടുവാനായിട്ട് പറഞ്ഞു. അവിടെ ഇരുന്ന് എന്ത് ചെയ്തു? യേശു കർത്താവ് ദൈവവചനം ശുശ്രൂഷിപ്പാനായിട്ട് ഇടയായി തീർന്നു. ആമേൻ ദൈവവചനം ശുശ്രൂഷിച്ച് ആമേൻ തീരും വരെയും പത്രോസ് അവിടെ എന്ത് ചെയ്തു? സഹിഷ്ണുതയുള്ളവനായി അവിടെ കാത്തിരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അന്നേരം എന്ത് ചെയ്തു? ആമേൻ യേശു കർത്താവ് പറയുന്നു, നീ എന്ത് ചെയ്യാ? ആഴത്തിലേക്ക് വലകളെ ഇറക്കുവാനായിട്ട് അവിടെ പറയുന്നു. അന്നേരം പത്രോസ് ഒരുപക്ഷെ പറഞ്ഞു കാണും, എന്റെ കർത്താവ് ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഞാൻ ഓടി, എങ്കിലും എനിക്ക് ഒന്നും ലഭിച്ചില്ല, ഒന്നും കാണുവാനിടയായി തീർന്നില്ല, ഒരു നന്മയും എന്റെ ജീവിതത്തിൽ ഉണ്ടായില്ല എന്ന് ആ നിരാശയോടുകൂടി ഇരുന്നപ്പോൾ പത്രോസ് പറഞ്ഞു, ആമേ കർത്താവേ ഞാൻ നിന്റെ വാക്കിന് എന്ത് ചെയ്യാം? അനുസരിക്കാമെന്ന് പറഞ്ഞു. അവിടെ ഒരു അനുസരണത്തെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ പത്രോസ് അനുസരിച്ചപ്പോൾ ആമേൻ പത്രോസ് എന്ത് ചെയ്തു? ആഴത്തിൽ ആമേൻ അവൻ വലകളെ ഇട്ടപ്പോൾ അവിടെ എന്ത് ചെയ്തു? ഒരു നിറവ് കാണുവാനായിട്ട് ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ആമേൻ പല കുറവുകൾ കാണാം കേട്ടോ. പല നമ്മൾ നിറയ്ക്കപ്പെടുവാൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ ചില അഴുക്കുകൾ ഉണ്ടായിരിക്കാം. നമ്മൾ അന്യഭാഷ പറയാം, നമ്മൾ ആരാധിക്കാം, ഒരുപക്ഷെ നമ്മൾ തുള്ളിച്ചാടി ദൈവത്തെ മഹത്വപ്പെടുത്താം, ഒരുപക്ഷെ വചനത്തിൽ നിന്നും ഭയങ്കര ശുശ്രൂഷിക്കുന്നവരായിരിക്കാം, വചനത്തിൽ നമ്മൾ തികഞ്ഞവരായിരിക്കാം. എങ്കിലും നീ നിറയുവാൻ കഴിയാതെ വണ്ണം, എങ്കിലും നീ പ്രാപിച്ചെടുക്കുവാൻ കഴിയാതെ വണ്ണം ആമേൻ ചില അഴുക്കുകളും ചില മുള്ളുകളും എന്റെ ദൈവത്തിന് പ്രസാദമില്ലാത്ത ആമേൻ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നുവെങ്കിൽ ആമേൻ ഇന്ന് പകൽക്കാലം പത്രോസ് അവിടെ വലകളെ കഴുകിയതുപോലെ ആമേൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തില് ആമേൻ നാഥാ എന്റെ ജീവിതത്തിലുള്ള കുറവുകൾ ഞാൻ എന്നും പ്രാർത്ഥിക്കും ദൈവസന്നിധിയിൽ, കർത്താവേ ഞാൻ കുറവുള്ളവളാണ്, ഞാൻ ബലഹീനതയുള്ളവളാണ് കർത്താവേ, എന്റെ ജീവിതത്തിൽ പാപമുണ്ട്, ഞാൻ നീതിമാനെന്ന് പറയുവാൻ എനിക്ക് യോഗ്യതയില്ല കർത്താവേ, എങ്കിലും എന്റെ ദൈവമേ നീ എന്നെ എന്ത് ചെയ്യണം?
ശുദ്ധീകരിക്കണം, നീ എന്നെ കഴുകണോ, എന്റെ ശൂന്യതകളെ നീ മാറ്റണമെന്ന് ആമേൻ ദൈവസന്നിധിയിൽ പലപ്പോഴും ഞാൻ കരയുവാനായിട്ട് ഇടയായി തീർന്നു. ആമേൻ. അതുപോലെ ഞങ്ങൾ ശുശ്രൂഷയുടെ മേഖലയിൽ കടന്നു ചെല്ലുന്ന ആമേൻ സ്ഥാനത്ത് പല മേഖലകളിലും പല ദൈവദാസന്മാരാലും പല ദൈവ വിശ്വാസ മക്കളാലും ഞങ്ങൾ തള്ളപ്പെട്ട ഒരവസ്ഥയിലൂടെ കടന്നു പോകാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യങ്ങളിലും പല പ്രാവശ്യ ശൂന്യതയോടുകൂടെ ഞങ്ങൾ ഇവിടെ നിന്ന് പാലക്കാട്ടിൽ നിന്നും ഉടുമലപ്പേട്ടയിൽ ഞങ്ങൾ ശുശ്രൂഷയ്ക്കായി കടന്നു ചെല്ലുമ്പോൾ അവിടെ ഞങ്ങൾ കടന്നു ചെല്ലുമ്പോൾ വിശ്വാസികളില്ല. ആമേൻ. കുറച്ചു പേര് മാത്രമേ ഉള്ളൂ. എങ്കിലും ഞങ്ങൾ എല്ലാ സ്ഥലവും ശൂന്യമായി കിടക്കും. 4 പേര് അത്രയേ ഉള്ളൂ. എനിക്ക് വളരെയധികം ഭാരത്തോടും പ്രയാസത്തോടും കൂടെ ഞങ്ങൾ കടന്നു ചെന്ന സമയമെല്ലാം എപ്പോഴും എന്ത് ചെയ്തു, 3 ദിവസം ഉപവാസം, 7 ദിവസം ഉപവാസം, 21 ദിവസം ഉപവാസം എന്ന് പറഞ്ഞ ഉപവാസം ഇരിക്കുവാനായിട്ട് ഇടയായി തീരും. ഞാൻ എൻ്റെ ഇളയ മോനെ ആമേൻ പ്രസവിച്ച് ഒരു 6 മാസം ഇരിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്റെ സന്നിധിയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവസന്നിധിയിൽ ഞങ്ങൾ ഇരിക്കുവാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ പല വിഷയങ്ങളുടെ മേലും ദൈവസന്നിധിയിൽ ഒരു ഉടമ്പടിയോടുകൂടെ ഞാനും എൻ്റെ കർത്തൃദാസനും കൂടിയിരുന്നു. ഞങ്ങൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ പല നിമിഷങ്ങൾ കരയുവാനായിട്ട് ഇടയായി തീർന്നു. പല സമയങ്ങളിലും കണ്ണുനീരോടുകൂടെ, പല സമയങ്ങളിലും ഒരു നേരത്തെ ആഹാരത്തിന് വഴിയില്ലാതെ, പല സമയങ്ങളിൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്നറിയാവോ, ദൈവസന്നിധി നിങ്ങൾക്ക് നല്ലതൊന്നും വാങ്ങിച്ച് കഴിക്കുവാൻ പോലും കഴിയാത്ത സാഹചര്യങ്ങളിൽ ഞങ്ങളുടെ ശുശ്രൂഷ മേഖലയിൽ അതുപോലെ ഭാരപ്പെട്ട് നിന്നതായ പല സമയങ്ങളുണ്ട്. അപ്രകാരമായിരുന്ന സമയങ്ങളിലും എൻ്റെ കർത്താവ് ഞങ്ങളുടെ ശൂന്യതകളെ കണ്ടു, എൻ്റെ കർത്താവ് ഞങ്ങളുടെ ഹൃദയത്തെ കണ്ടു, എൻ്റെ തമ്പുരാൻ ആമേൻ ഹൃദയത്തിന്റെ വേദനകളെ അറിഞ്ഞു, അവസ്ഥകളെ അറിഞ്ഞു. എൻ്റെ തമ്പുരാൻ എന്ത് ചെയ്തു? ആമേൻ നിറയ്ക്കുവാനിടയായി തീർന്നു. ശൂന്യതകളുടെ മേൽ ഓരോ നാളും ദൈവ പ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീർന്നു. അതെന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ആമേൻ പല വീഴ്ചകൾ കടന്നു വരട്ടെ. ഇന്ന് പകൽക്കാലം നമ്മൾ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ. നമ്മൾ ഈ കൂട്ടായ്മയിൽ കടന്നു വന്നിരിക്കുന്നു. പ്രിയ ശോഭാന്റി വളരെയധികം പ്രയാസപ്പെട്ട് ഇതിനുമേൽ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് ഇപ്രകാരമുള്ള ഒരു കൂട്ടായ്മയെ ആമേൻ അവരെന്ത് ചെയ്തിരിക്കുന്നു, നമ്മൾ വന്ന് നല്ല ഫുഡുകൾ കഴിച്ചു, ആമേൻ നല്ല റൂം കിട്ടി, നമ്മൾ വന്ന് എന്ത് ചെയ്തു, നല്ല സുഖമായിട്ട് നല്ല കാറ്റിലും ഇരുന്ന് നമ്മൾ സുഖമായിട്ട് ഇരുന്ന് പോകുന്നവരായിട്ടല്ല. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തീരുമാനം വേണം. കർത്താവേ, ഇങ്ങനെ കിട്ടുന്നിടത്ത് പോയി ഞാൻ കഴിച്ച് സന്തോഷിച്ച് ഇരുന്ന് ആമേൻ അങ്ങനെ പോയെന്നല്ല, എൻ്റെ ദൈവ സന്നിധിയിൽ ഒരു തീരുമാനം വേണം. കർത്താവേ, ഈ ക്യാമ്പ് കഴിഞ്ഞ് കടന്നു പോകുമ്പോ ആമേൻ ചിലത് ഞാൻ പ്രാപിച്ചു മടങ്ങി ചെല്ലണം. കർത്താവേ, ഈ ക്യാമ്പ് കഴിഞ്ഞ് കടന്നു ചെല്ലുമ്പോ എൻ്റെ ശുശ്രൂഷ മേഖലയിൽ ഒരു വ്യത്യാസം ഉണ്ടാകണോ. എൻ്റെ ശുശ്രൂഷയിൽ, എൻ്റെ വിശ്വാസ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ ചില ശൂന്യതകളുടെ മേൽ ആമേൻ പ്രവർത്തിക്കുന്ന പരിശുദ്ധ ആത്മാവോ ഇന്ന് പകൽക്കാലം ആമേൻ ഇന്ന് ഈ സായാഹ്ന സമയത്ത് ആമേൻ നമ്മുടേതായ കുടുംബങ്ങളുടെ ശൂന്യതകളുടെ മേൽ, നമ്മുടെ സഭയുടെ ശൂന്യതകളുടെ മേൽ, നമ്മുടെ ശുശ്രൂഷയുടെ ശൂന്യതകളുടെ മേൽ പ്രവർത്തിക്കുവാൻ ശക്തനായ ഒരു ദൈവം ഇന്ന് പകൽക്കാലം കടന്നു വന്നിട്ടുണ്ട്. നമ്മൾ പ്രാപിച്ചേ മടങ്ങി പോകാവുള്ളൂ. ഏതോ നമ്മൾ കടന്നു വന്നു ആമേൻ നമ്മൾ മടങ്ങിപ്പോയി എന്നുള്ളതല്ല, നമ്മൾ ഇരട്ടി മടങ്ങ് ദൈവസന്നിധിയിൽ നിന്ന് കൃപ പ്രാപിച്ച് നമ്മൾക്ക് മടങ്ങി ചെല്ലുമ്പോൾ നമ്മളെ കാണുന്നവർ ആമേൻ വ്യത്യസ്തമായ രീതിയിൽ കാണുവാൻ ആമേൻ ഇടയായി തീരണം. അതിനുവേണ്ടി ഇന്ന് പകൽക്കാലം നമ്മൾ ഒരുങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരാമം കൊടുക്കുന്ന ദൈവം നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് ഈ സമയം ഒരുക്കി തന്നതായ പ്രിയ ശോഭ ആന്റിയോടുള്ളതായ നന്ദി പറഞ്ഞുകൊണ്ട്